ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനമാണ്. കടുവകൾ കാടിറങ്ങുമ്പോൾ അപായഭീതിയിലാണ് മലയോര മേഖലയിലെ കർഷകരും സാധാരണക്കാരും. മയക്കുവെടി വെച്ചും കിടങ്ങുകെട്ടിയും സർക്കാർ മൃഗങ്ങളെ തടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് വന്യമൃഗങ്ങൾ കാടുവിടുന്നുവെന്നതിൽ ആർക്കും ഉത്തരമില്ല. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ 2022 വരെയുള്ള കണക്ക് പ്രകാരം കേരളത്തിൽ 213 കടുവകളാണുള്ളത്. 2018-ൽ 190 കടുവകൾ ഉണ്ടായിരുന്നിടത്ത് നിന്നാണ് ഈ വർധന. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവ സങ്കേതമെന്ന അംഗീകാരം പെരിയാറും നേടി. എന്നാൽ പ്രശംസകൾക്കിപ്പുറം കടുവ ഉൾപ്പെടെയുള്ള വന്യജീവികൾ കാടിറങ്ങി വന്ന് നാടിനെ വിറപ്പിച്ച കഥയും കേരളത്തിനു പറയാനുണ്ട്. കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് മാനന്തവാടിയിൽ ഒരു കർഷകനെ കടുവ കൊന്നു തിന്നത്. മനുഷ്യൻ മാത്രമല്ല, പന്നിയും പശുവുമെല്ലാം ഇരകളായി. മൂന്നാറിലും വയനാട്ടിലും പലതവണ കടുവ ജനവാസ മേഖലയിലെത്തി. ഭക്ഷണമില്ലാതെ കാടുവിട്ടിറങ്ങുന്ന കടുവകളെ വേലികെട്ടിയും കിടങ്ങുകെട്ടിയും തടുക്കാൻ ശ്രമിക്കുന്ന ഭരണകൂടവും വിമർശിക്കപ്പെടുന്നത് തുടർക്കഥയായി. കഴിഞ്ഞ 10 വർഷത്തിനിടെ വയനാട്ടിൽ 7 മനുഷ്യജീവനുകളാണ് കടുവയുടെ ആക്രമണത്തിൽ പൊലിഞ്ഞത്. ആഗോളതലത്തിൽ കടുവകളുടെ എണ്ണത്തിൽ 75% ഇന്ത്യയിലാണ്. നിലവിൽ 3682 കടുവകളാണ് ഇന്ത്യയിലുള്ളത്. കടുവകളുടെ ആവാസ കേന്ദ്രമായി ഇന്ത്യ മാറുമ്പോഴും മരണക്കണക്ക് ഞെട്ടിക്കുന്നതാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ വേട്ടയാടൽ ഉൾപ്പെടെയുള്ള കാരണങ്ങളെ തുടർന്ന് 628 കടുവകൾ ചത്തു. കഴിഞ്ഞ വർഷം മാത്രം ചത്തത് 178 കടുവകളാണ്. ഫീച്ചർ ഡെസ്ക്, ന്യൂസ് മലയാളം.